ഹലോ ഫ്രണ്ട്സ്, ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന ബിഗിനേഴ്സും വാഹനം നന്നായിട്ട് ഓടിക്കുന്ന എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഡ്രൈവേഴ്സും ഡ്രൈവിംഗിൽ ചെയ്യുന്ന ഒരു വലിയ മിസ്റ്റേക്കിനെ കുറിച്ചാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. പലപ്പോഴും ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു പരിധി വരെ കൺഫ്യൂഷൻ വരെ ഉണ്ടായിരിക്കും. എന്തായാലും നിങ്ങൾ വീഡിയോ തീർച്ചയായിട്ടും പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഗുണം ചെയ്യുന്ന ഒരു അറിവാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ ഡ്രൈവിംഗ് പഠിക്കുന്ന അല്ലെങ്കിൽ വാഹനം ഓടിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം. ഇനി ഞാൻ പറയാൻ പോകുന്നത് വാഹനം ഓടിക്കുന്ന തുടക്കക്കാർക്ക് പുതിയൊരു അറിവും അതുപോലെ തന്നെ ആവറേജ് നന്നായിട്ട് വാഹനം ഓടിക്കുന്നവർക്ക് കൺഫ്യൂഷനുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ്. അതായത് പുതിയ വാഹനങ്ങളിലുള്ള ബ്രേക്കിംഗ് സംവിധാനത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാം, പവർ ബ്രേക്കാണ്. അപ്പോൾ പലരുടെ ഒരു സംശയമാണ്, ഒരു വാഹനം സ്റ്റാർട്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ബ്രേക്ക് വാഹനത്തിന് കിട്ടത്തുള്ളൂ. ഇനി ഒരു വാഹനം സ്റ്റാർട്ട് ചെയ്യാത്ത സാഹചര്യങ്ങളിൽ നമ്മൾ ബ്രേക്ക് അമർത്തിയാൽ വാഹനത്തിന് ബ്രേക്ക് കിട്ടുമോ എന്ന് പല ആൾക്കാർക്കും കൺഫ്യൂഷൻ ഉള്ളതാണ്. ഇനി നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക, എന്നെങ്കിലേ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകൂ. അതിനൊരു ഉദാഹരണം പറയാം. അതായത് കുത്തനെയുള്ള ഒരു ഇറക്കത്ത് നമ്മൾ വാഹനം പാർക്ക് ചെയ്തിരുന്നു. പാർക്ക് ചെയ്തതിന് ശേഷം പിന്നീട് വാഹനം മുന്നോട്ടെടുക്കാനായിട്ട് വാഹനത്തിൽ കയറിയപ്പോൾ ഒരു പക്ഷെങ്കിൽ നിങ്ങൾ വാഹനം ഓടിക്കുന്നവർക്ക് ഇത് ഉണ്ടായിട്ടുണ്ടാവാം. അതായത് ഒരു വാഹനത്തിൽ നമ്മൾ കയറി വാഹനം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഫസ്റ്റ് നമ്മൾ ബ്രേക്കിൽ ഒന്ന് കാല് വെച്ച് ഹാൻഡ് ബ്രേക്ക് ഒന്ന് റിലീസ് ചെയ്തതിന് ശേഷം വണ്ടിയുടെ ഗിയർ ന്യൂട്രാക്കി ജസ്റ്റ് നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ തന്നെ ഓൾറെഡി ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ പൂർണ്ണമായിട്ടും ബ്രേക്ക് കിട്ടാത്തതുപോലെ ഒരു ഫീല് നമുക്കുണ്ടാവും. പെട്ടെന്ന് ചെറുതായിട്ട് വാഹനം ഒന്ന് മുന്നോട്ട് ആഞ്ഞു പോകും, പക്ഷെങ്കിൽ ചെറിയ രീതിയിലുള്ള ഒരു ബ്രേക്ക് വാഹനത്തിന് കിട്ടുന്നുമുണ്ട്. എന്നാൽ നമ്മൾ ഒരുപാട് സമയമെടുക്കാതെ തന്നെ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഒരു ബ്രേക്കിംഗ് എഫിഷ്യൻസി വാഹനത്തിന് കിട്ടിയിട്ട് പിന്നെ നമ്മൾ ആ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാറില്ല. പിന്നെ വാഹനം എടുത്ത് നമ്മൾ മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. എന്നാൽ പല ആൾക്കാർക്കും ഒരു കൺഫ്യൂഷനാണ്, നമ്മൾ വാഹനം പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷെങ്കിൽ നമ്മൾ ബ്രേക്ക് കൂടുതലായിട്ട് അപ്ലൈ ചെയ്താൽ പോലും വാഹനം ബ്രേക്ക് നിൽക്കത്തില്ല, വണ്ടി മുന്നോട്ട് ഉരുണ്ടു പോകാനുള്ള സാധ്യതയുണ്ടെന്ന് പല ആൾക്കാരും തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്. അതായത് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് മറ്റൊന്നുമല്ല, ഒരു വാഹനം സ്റ്റാർട്ട് ചെയ്യാതിരിക്കുന്ന സാഹചര്യങ്ങളിലും വാഹനത്തിൻ്റെ ബ്രേക്ക് അമർത്തിയാൽ ബ്രേക്ക് നമുക്ക് കിട്ടും. എന്നാൽ വാഹനം സ്റ്റാർട്ട് ചെയ്ത് എടുക്കുന്ന സമയത്തിലുള്ള ആ സെയിം രീതിയിലുള്ള ഒരു ബ്രേക്കിംഗ് എഫിഷ്യൻസി അല്ല വാഹനം സ്റ്റാർട്ട് ചെയ്യാത്തപ്പോൾ കിട്ടുന്നതെന്ന് മനസ്സിലാക്കുക. അതായത് ഒരു കുത്തനെയുള്ള ഒരു ഇറക്കത്ത് നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് വണ്ടിയുടെ ഗിയർ ന്യൂട്രാക്കി ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്ത് ബ്രേക്ക് കാല് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വണ്ടി മുന്നോട്ട് ഉരുണ്ടു പോകും. എന്നാൽ നമ്മൾ നല്ല ഹാർഡായിട്ടൊന്ന് അമർത്തി കഴിഞ്ഞാൽ നമുക്ക് വാഹനത്തെ ആ ഒരു ഇറക്കത്ത് തീർച്ചയായിട്ടും നിർത്താൻ കഴിയുമെന്ന് മനസ്സിലാക്കുക. എന്നാൽ നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു പരീക്ഷണം നടത്താതെ നമ്മളെപ്പോഴും വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന അവസരങ്ങളിൽ ഫസ്റ്റ് ഹാൻഡ് ബ്രേക്കിലും അതോടൊപ്പം തന്നെ ഗിയറിലുമാണ് വാഹനം കിടക്കുന്നതെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ ബ്രേക്ക് കാല് വെക്കുക, ക്ലച്ച് ചവിട്ടി വാഹനം സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം പിന്നീട് മാത്രം ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുക, പിന്നീട് ഗിയർ കൊടുത്ത് വാഹനത്തെ മുന്നോട്ട് നീക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഓൾറെഡി സ്റ്റാർട്ടിങ്ങിലായതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതലുള്ള ഒരു ബ്രേക്കിംഗ് എഫിഷ്യൻസി വാഹനത്തിന് ലഭിക്കുകയും നമുക്ക് ഒരു തരത്തിലുള്ള അപകടമില്ലാതെ വാഹനത്തെ മുന്നോട്ടെടുക്കാനായിട്ട് കഴിയുന്നതാണ്. ഇനി ഇതിൽ നിന്ന് തുടക്കക്കാരായ വാഹനം ഓടിക്കുന്ന നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മറ്റൊന്നുമല്ല, തുടക്കക്കാർക്ക് ഈ ഒരു കാര്യത്തെക്കുറിച്ചുള്ള അറിവില്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന അവസരങ്ങളിൽ വണ്ടിയുടെ ഗിയർ ന്യൂട്രാക്കി ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്ത് ഒരു ഇറക്കത്താണ് വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ബ്രേക്ക് അമർത്തുമ്പോൾ ബ്രേക്ക് കിട്ടാത്തതുപോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നുള്ള ഒരു കൺഫ്യൂഷൻ വരികയും ഒരു പക്ഷെങ്കിൽ ആ ഒരു സമയത്ത് വാഹനം മുന്നോട്ട് ഉരുണ്ടു പോകാനും വലിയ അപകടങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കുക. വാഹനം ഓടിക്കുന്ന ആരാണെങ്കിലും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ എപ്പോഴും കൃത്യമായിട്ടും വാഹനം സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഏറ്റവും അവസാനം മാത്രം ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്നാൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഓൾറെഡി ഒരു വാഹനത്തിന് ബ്രേക്ക് ഉണ്ടെന്നുള്ള ആ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ മാക്സിമം ഒരു വാഹനം പാർക്ക് ചെയ്യുമ്പോൾ അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പരമാവധി കുത്തനെയുള്ള ഇറക്കങ്ങളിലൊക്കെ ഒരു പരിധി വരെ വാഹനം പാർക്ക് ചെയ്യാതിരിക്കാനായിട്ട് ശ്രമിക്കുക. പാർക്ക് ചെയ്താലും വളരെ സേഫ് ആയിട്ടുള്ള സ്പേസ് കണ്ടെത്തി പാർക്ക് ചെയ്യുക. കൃത്യമായിട്ടും പാർക്ക് ചെയ്യുന്നതിനോടൊപ്പം ചെറിയൊരു കല്ലും കൂടെ എടുത്ത് വാഹനത്തിൻ്റെ ടയറിൻ്റെ ഉരുണ്ടു പോകുന്ന ആ ഒരു ഭാഗത്തേക്ക് കൃത്യമായിട്ടും വെച്ച് വളരെ സേഫായിട്ട് തന്നെ വാഹനത്തെ നിർത്താനായിട്ട് ശ്രമിക്കുക. ഇനി ബ്രേക്കുമായിട്ട് ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. എന്താണ് പവർ ബ്രേക്ക്? പലർക്കും സംശയമുള്ള ഒരു കാര്യമാണ്. പവർ ബ്രേക്ക് എന്ന് ഉദ്ദേശിക്കുന്നത്
ഉദ്ദേശിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് നമ്മൾ ബ്രേക്ക് ചെയ്യുക എന്ന് പറയുന്ന ആ ഒരു പ്രവൃത്തിയെ ഏറ്റവും സിമ്പിളായിട്ടും അതോടൊപ്പം തന്നെ ബ്രേക്ക് ചെയ്യുന്ന ആ ഒരു പ്രവൃത്തി ഏറ്റവും മികച്ച രീതിയിലും ചെയ്യാനായിട്ട് പുതിയ വാഹനങ്ങളിൽ വന്ന ഒരു അപ്ഡേഷനാണ് പവർ ബ്രേക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു പവർ ബ്രേക്കിന്റെ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു വോക്വം ബ്രേക്ക് ബൂസ്റ്റർ ഉപയോഗിച്ചാണ് ഇത് പ്രവർത്തിക്കുന്നത്. അതായത് വോക്വം ബ്രേക്ക് ബൂസ്റ്റർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു ഫ്ലൂയിഡ് കൃത്യമായിട്ടും വാഹനത്തിന്റെ മാസ്റ്റർ സിലിണ്ടറിലേക്ക് വരികയും അവിടുന്ന് മാസ്റ്റർ സിലിണ്ടറിലുള്ള പിസ്റ്റൺ പ്രവർത്തിച്ച് ആ ഫ്ലൂയിഡിനെ വളരെയധികം കംപ്രസ് ചെയ്ത് കൃത്യമായിട്ടും വാഹനത്തിന്റെ വീൽ സിലിണ്ടറിലേക്ക് എത്തിക്കുകയും വീൽ സിലിണ്ടറിൽ നിന്ന് കൃത്യമായിട്ടുള്ള ഒരു പ്രഷർ ഈ ഫ്ലൂയിഡ് മുഖാന്തരം ഒരു പ്രഷർ വരികയും ആ പ്രഷർ വന്ന് വീൽ സിലിണ്ടറിന്റെ വെളിയിലേക്ക് രണ്ട് പിസ്റ്റൺ ഇങ്ങനെ തള്ളുകയും ചെയ്യുമ്പോൾ കൃത്യമായിട്ടും ബ്രേക്ക് പാഡുമായിട്ട് യോജിച്ച് ഡ്രമ്മിലേക്ക് വരുമ്പോഴാണ് ഒരു വാഹനത്തിന്റെ ബ്രേക്ക് കൃത്യമായിട്ടും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പ്രവൃത്തി നമ്മൾ എളുപ്പത്തിൽ ചെയ്യാനായിട്ടാണ് ഈ ഒരു വോക്വം ബ്രേക്ക് ബൂസ്റ്റർ ഉപയോഗിച്ച് ഈ കാര്യം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബ്രേക്ക് ചെയ്യുന്ന അവസരങ്ങളിൽ ചെറുതായിട്ടൊന്ന് ബ്രേക്ക് ചെയ്താൽ പോലും നല്ല രീതിയിലുള്ള ഒരു ബ്രേക്കിംഗ് എഫിഷ്യൻസി വാഹനത്തിന് ലഭ്യമാകുന്നു. എന്നാൽ ഒരു വണ്ടിയുടെ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യാത്ത പക്ഷം ഇത് കൃത്യമായിട്ടും പ്രവർത്തിക്കുന്നുമില്ല. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, എന്നാൽ നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. നമ്മൾ നിർത്തിയ ഒരു വാഹനം പിന്നീട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഓൾറെഡി വാഹനത്തിൽ കയറിയിട്ട് ഫസ്റ്റ് ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ബ്രേക്ക് വളരെ സ്മൂത്ത് ആയിരിക്കും, പെട്ടെന്ന് താഴോട്ട് അങ്ങ് താന്നു പോകും. പിന്നെ അമർത്തുമ്പോൾ വളരെ ഹാർഡായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അത് എന്തുകൊണ്ടാണ്? നമ്മളൊരു വാഹനം ഓടി വണ്ടി വന്ന് പാർക്ക് ചെയ്ത സമയത്ത് ഓൾറെഡി ആ ഒരു ബ്രേക്കൊക്കെ യൂസ് ചെയ്ത് വന്നതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ആ ഒരു ബ്രേക്കിംഗ് സിസ്റ്റം വാഹനവുമായിട്ട് കണക്ട് ചെയ്താണ് നിൽക്കുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ അമർത്തുമ്പോൾ വളരെ സ്മൂത്ത് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ആ ഒരു അമർത്തൽ കൊണ്ട് തന്നെ ഓൾറെഡി ആ ഒരു ബ്രേക്കിംഗ് സംവിധാനം വാഹനത്തിൽ നിന്ന് മാറുകയും പിന്നെ ബ്രേക്ക് വളരെ ഹാർഡായിട്ട് വരികയുമാണ് ചെയ്യുന്നത്. പിന്നെ നമുക്കത് സ്മൂത്ത് ആകുന്നത് എപ്പോഴാണ്? വാഹനം സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം പിന്നെ ആ ഒരു ഹൈഡ്രോളിക് ബ്രേക്കിംഗ് സിസ്റ്റം ആ ഫ്ലൂയിഡ് വഴി വർക്ക് ചെയ്ത് തുടങ്ങുമ്പോഴാണ് വാഹനത്തിൻ്റെ ബ്രേക്കിംഗ് സംവിധാനം സ്മൂത്ത് ആകുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, ഒരു വാഹനം നമ്മൾ കൊണ്ടിട്ട ആ ഒരു സമയത്ത് നമ്മൾ വാഹനത്തിൽ പിന്നീട് കയറുന്ന സമയത്തും ചെറിയ രീതിയിലുള്ള ഒരു ബ്രേക്കിംഗ് വാഹനത്തിനുണ്ട്. എന്നാൽ ഒന്ന് അമർത്തി കഴിയുമ്പോൾ ഓൾറെഡി വണ്ടി സ്റ്റാർട്ടിങ്ങിലല്ലാത്തത് കൊണ്ട് തന്നെ ആ ഒരു ബ്രേക്കിംഗ് സംവിധാനം പൂർണ്ണമായിട്ടും ആ മികച്ച രീതിയിലുള്ള ബ്രേക്കിംഗ് സംവിധാനം മാറുകയും പിന്നെ ബ്രേക്ക് ഹാർഡ് ആവുകയുമാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾ കൃത്യമായിട്ടും മനസ്സിലാക്കുക. അപ്പോൾ തുടക്കക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ വാഹനം ഓടിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ കൃത്യമായിട്ട് ഒരു ഇറക്കത്ത് വാഹനമൊക്കെ സ്റ്റാർട്ട് ചെയ്തെടുക്കുന്ന ആ ഒരു സമയത്ത് വാഹനം സ്റ്റാർട്ട് ചെയ്തതിന് അവസാനം മാത്രം നിങ്ങൾ പൂർണ്ണമായിട്ട് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത് വാഹനം മുന്നോട്ടെടുക്കാനായിട്ട് ശ്രമിക്കുക. ഒരു കാരണവശാലും ഫസ്റ്റ് ന്യൂട്രാക്കി ഹാൻഡ് ബ്രേക്കൊക്കെ റിലീസ് ചെയ്തതിന് ശേഷം വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നതിലും ഏറ്റവും നല്ലത് കൃത്യമായിട്ടും വാഹനം സ്റ്റാർട്ട് ചെയ്തതിന് അവസാനം മാത്രം ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നതാണെന്ന് മനസ്സിലാക്കുക. ഇതിനർത്ഥം നമ്മളൊരു വാഹനം ഇറക്കത്ത് പാർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു കാരണവശാലും ബ്രേക്ക് ഇല്ല എന്നുള്ളതല്ല. ബ്രേക്ക് ഉണ്ട്, പക്ഷെങ്കിൽ വളരെ ഹാർഡായിട്ട് അമർത്തിയെങ്കിൽ മാത്രമേ നമുക്ക് ബ്രേക്ക് കിട്ടത്തുള്ളൂ. ചിലപ്പോൾ ഒരു പരിധിവരെ നമുക്ക് ബ്രേക്ക് കിട്ടാനുള്ള സാധ്യതകൾ ഇല്ലാതാകാനുള്ള സാധ്യതയും വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു മിസ്റ്റേക്ക് നിങ്ങൾക്ക് വാഹനം ഓടിക്കുമ്പോഴോ അല്ലെങ്കിൽ വാഹനം പാർക്ക് ചെയ്യുമ്പോഴോ ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പരമാവധി ഈ ഒരു കാര്യത്തെക്കുറിച്ചൊന്ന് മനസ്സിലാക്കി വാഹനം ഓടിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇത് ചെയ്യുക. ഈ ഒരു വിഷയത്തെക്കുറിച്ച് കൂടുതലായിട്ടുള്ള അറിവ് നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഒരറിവും ചെറുതല്ല. അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. ഓക്കെ, ബൈ.